ഹലോ ഗൈസ്, എക്സാമിൻ്റെ ഇടയിൽ ഒരാഴ്ച ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മൾ നാട്ടിലോട്ട് പോകുന്നു. ഒരു ട്രിപ്പ് പോയതിൻ്റെ ബാക്കിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കാർ ഇവിടെ നിന്ന് മാറ്റിയിട്ട് വേറെ അവിടെ സേഫാക്കി ഇടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അങ്ങനെ കാറ് സേഫാക്കി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏകദേശം ഒരു 3 കൊല്ലം മുമ്പ് ഞാൻ എറണാകുളത്തേക്ക് പോണതിൻ്റെയൊക്കെ മുമ്പ് എനിക്കൊരു അക്വേറിയം ഷോപ്പ് ഉണ്ടായിരുന്നു. അത് റീ ഓപ്പൺ ചെയ്യാനാണ് ഇപ്പം എൻ്റെ പ്ലാൻ. എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ നാട്ടിൽ കറങ്ങാൻ പോകാനും പോക്കറ്റ് മണി വേണ്ടേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഈ കാണുന്ന പുല്ലെല്ലാം അടിച്ച് വൃത്തിയാക്കണം. എത്രയും പെട്ടെന്ന് കടയിൽ സ്റ്റോക്ക് ഇറക്കിയിട്ട് സെയിൽ തുറക്കണം. പോർച്ചിൽ നമ്മുടെ 3 ഷുട്ടുപണികളും കിടക്കുന്നുണ്ട്. അതാ കണ്ടില്ലേ, ഇതുകൊണ്ടാണ് നമ്മളിന്ന് പുല്ലടിച്ച് വൃത്തിയാക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോഴേക്കും ഉമ്മാടെ ചായയുടെ മണം വന്ന് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടാട്ടോ ഈ ചെറിയ ഗ്ലാസ്സിൽ കുടിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ ആ കാണുന്നില്ല കപ്പ്, അതാണ് എൻ്റെ ചായ കുടിക്കുന്ന ഗ്ലാസ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഉമ്മർത്ത് വന്ന് ഇരുന്നിട്ട് ഈ പൂക്കളൊക്കെ നോക്കിയിട്ട് ചായ കുടിക്കാനാണ്. അതെന്താണെന്ന് പറയുക, ഒരു പ്രത്യേക ഫീലാണ്. ഇപ്പം മമ്മിയുടെ അടുത്ത് ഈ ഫൈറ്റ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ എണ്ണ വാങ്ങാൻ വേണ്ടി പോകണം. അതിൽ എണ്ണ ഉണ്ടെന്നാണ് വിചാരിച്ചത്. അത് ചാമ്പ്യനെ അത് ഏറ്റവും ഉമ്മയുടെ വയലിരിക്കുന്നതൊക്കെ കേട്ടു. അങ്ങനെ നമ്മുടെ മിണ്ടാപ്രാണീൻ്റെ ചാർജർ അയച്ച് എടുത്തിട്ട് അവളിതാ നേരെ പമ്പിലോട്ട് പോകണം കൈസ്. ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ. ഞാൻ പോയതിന് ശേഷം നല്ല പുരോഗമനം പറ്റി. എന്ത് ചെയ്യാൻ, അല്ലെങ്കിലും ഞാൻ പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ കൊല്ലം തൊട്ട് എല്ലാ സ്കൂളും പുരോഗമിച്ച്. ഇനിയിപ്പോൾ മിക്കവാറും കോളേജും പുരോഗമിക്കും. ഇന്ന് ആരുടെ മുഖമാണ് കണ്ടത് എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ മുഖം തന്നെ എൻ്റെ കണ്ണാടിയിൽ കണ്ടുവെന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. കാര്യം എവിടെ പോയാലും ചപ്പൽ കണ്ടില്ലേ. എന്നാൽ ശരി, ഉള്ളത് കൊണ്ട് ഓണം പോലെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പണി തുടങ്ങി. പറ്റില്ല, ഇത്തിരി വല്ലതുണ്ടാണോ? അല്ല, സുഖല്ലേ സുഖല്ലേ സുഖല്ലേ? ചാപ്പി പോയതിനിപ്പോ ഒരു ഭാഗ്യത്തിന് കുടഞ്ഞിട്ട്. എന്നാലും എന്ത് തടയുന്നുണ്ടല്ലോ, ഒരു സാധനം തടയുന്നുണ്ട്. തകളെല്ലാം വിശ്വസിക്കാം. കട റൂം എത്തണതിന് മുമ്പ് കറക്റ്റായിട്ട് എണ്ണ കഴിഞ്ഞ് സാധനം നിന്ന് കണ്ടില്ലേ, കറക്റ്റ് വരച്ചതുപോലെ നിന്ന്. അങ്ങനെ കുപ്പിയെല്ലാം കൂട്ടിയിട്ട് കത്തിച്ചപ്പോൾ എന്നെ കത്തിക്കാൻ വേണ്ടി വേറൊരു ഐറ്റം മതി, ഉണ്ണിമായ. സുരാജ് വെഞ്ഞാറമൂട് പറഞ്ഞ പോലെ ഏത് പരമച്ചറ്റൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടാലും ഒരാളും പറയില്ല ഞങ്ങൾ ഡീസൻ്റ് അല്ല. അതേപോലെയാണ് ഞങ്ങൾ രണ്ടുപേരുടെ ക്യാരക്ടർ. എൻ്റെ ഡിറ്റോ ഫീമെയിൽ വേർഷനാണ്. പക്ഷെ അവൾക്ക് ജോലിയുണ്ട്, എനിക്ക് ജോലിയില്ല, അത്രമാത്രമേ ഉള്ളൂ. കുറ്റം പറഞ്ഞ കുറച്ചു നേരം അവനെയും ഇവനെയും ഒക്കെ കുറ്റം പറഞ്ഞിരിക്കുന്നു. എഗെയിൻ ഞാൻ പെട്രോൾ പമ്പിലോട്ട് വീണ്ടും വന്നു. ബാക്കിയുള്ള പരിപാടികളൊക്കെ തീർത്തു. പക്ഷേ കുറേ വെള്ളം നിറച്ച് സെറ്റാക്കി വെക്കണം. നാളെ കൊണ്ടുവന്ന ഫിഷ് മാത്രം ഇട്ടാൽ മതി. ആ സെറ്റപ്പ് ആക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. അപ്പോൾ ബാക്കി നാളെ